അനുപമ പരമേശ്വരന്റെ റീസെന്റ് ഇന്റർവ്യൂ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി പറയുന്നത് നാർസിസിസത്തിനെ കുറിച്ചിട്ടും നാർസിസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ചിട്ടും ഹൗ ഷീ ഗോട്ട് ഓവർ ദാറ്റ് നാർസിസിസ്റ്റിക് അബ്യൂസ് റിലേഷൻഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോഴും ഐ ജസ്റ്റ് ഹാവ് വൺ തിങ് ടു ടെൽ യു പേഴ്സണാലിറ്റിനെയോ ഐഡന്റിഫൈ ചെയ്യേണ്ടതും ഡയഗ്നോസ് ചെയ്യേണ്ടതും ഓഫ് കോഴ്സ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്. അത് ഒരിക്കലും ഒരു ഓൺലൈൻ ചെക്ക് ലിസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു ബാഡ് വീക്കിലൂടെയോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല. ഷീ ഈസ് ഗിവിംഗ് പ്യുവർ അവയർനെസ് അബൌട്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതും പലരും അതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടി അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. സോ അതിലേക്കൊക്കെ ഷീസ് പുട്ടിങ് എ ലൈറ്റ് ഓൺ ഓൾ ദോസ് പവറിൽ ഇരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇത്രയും കൂളായി നിങ്ങളോട് അവരത് പറഞ്ഞു തരണമെങ്കിൽ ഷീ ഹാസ് gone through hell a lot of things. Interview complete ആയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ just think that she has taken a PhD in narcissism. ഓൺലൈൻ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തവർക്ക് ഈ ഒരു നാർസിസിസം എന്ന് പറയുമ്പോൾ പലവരും കണക്ട്സ് ഇറ്റ് വിത്ത് ഫെമിനിസം. അതാ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. ധന്യ വർമ്മ ഓൾസോ പോയിന്റഡ് ഇറ്റ് ഔട്ട്. അതായത് എല്ലാവരും ഒരു നാർസിസിസം എന്ന് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് സംതിങ് അബൌട്ട് ഫെമിനിസം അല്ലെങ്കിൽ ഇറ്റ്സ് സംതിങ് അബൌട്ട് മാൻ ഹേറ്റ്രഡ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ ചിന്തിച്ച് നടന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് മെനി ഓഫ് അവർ ഹൗസ് ഹോൾഡ്സ് ആർ ഗോയിങ് through this without knowing that they are going through. Awareness ആണ് ആ കുട്ടി കൊണ്ടുവന്നത്. Nobody has ever talked about this so openly. അതും ഇത്രയും പവറിലും ഇത്രയും കരിയറിന്റെ അത്രയും ഹൈയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ വന്ന് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം ആൻഡ് ദ ധൈര്യം ടു കം ഔട്ട് ഓഫ് സച്ച് എ റിലേഷൻ ഡിസേർവ്സ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് എന്ന് തന്നെ വേണം പറയാൻ. ഐ ഫെൽറ്റ് ലൈക്ക് ഗോയിങ് ആൻഡ് എന്ന് പറയുമ്പോഴും ആ പറഞ്ഞതിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ വാട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും അറിയാത്തവർക്കും ഇതൊന്നും കടന്നു പോകാത്തവർക്കും അപ്പുറത്തിരുന്നിട്ട് എന്തൊക്കെ ഈ കുട്ടി പറയുന്നതെന്നേ തോന്നുള്ളൂ. അതും ആ കുട്ടി അതിൽ പറയുന്നുണ്ട്. സോ ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഇറ്റ്, ഗോ വാച്ച് ഇറ്റ്. വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് ടു ഹാവ് എൻ അവയർനെസ്. അതായത് ഇങ്ങനെയും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ അത് ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും. ടു നോട്ട് മിസ് ഇറ്റ് ഔട്ട്.